അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മാനസികാരോഗ്യം വെറുതെ ഉണ്ടാകില്ല. അതിനായി ദിവസവും ചെയ്യാൻ ചില കാര്യങ്ങൾ. മാനസിക ആരോഗ്യം പരിപാലിക്കുക എന്നത് സമർപ്പണവും സ്ഥിരമായ പരിശ്രമവും ആവശ്യമുള്ള ഒരു യാത്രയാണ്. മാനസിക ആരോഗ്യത്തിന് മനസ്സ് മാത്രമല്ല, നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമവും ലക്ഷ്യമിട്ടുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടുന്നത് നിർണായകമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അതിനാൽ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം പരിപോഷിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ മാനസിക ആരോഗ്യത്തിന് മുതൽക്കൂട്ടാകും. മതിയായി വിശ്രമിക്കുന്നത് മുതൽ സമ്മർദ്ദവും വൈകാരിക പ്രക്ഷോഭങ്ങളും ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുന്നത് വരെ നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്നു. മെയ് മാസം മാനസിക ആരോഗ്യ അവബോധ മാസമായി ആചരിക്കുന്നത് മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കാനും മെച്ചപ്പെടുത്തുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനും ഉചിതമായ ഇടപെടലുകൾ ലക്ഷ്യമിട്ടാണ്. 1949 മുതലാണ് മാനസിക ആരോഗ്യ മാസാചരണം ആരംഭിച്ചത്. മാനസിക ആരോഗ്യത്തിന് വേണ്ടി ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന 9 കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മാനസിക ആരോഗ്യത്തിന് സജീവ ഇടപെടലുകൾ. മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ മാർഗം അതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്. സമ്മർദ്ദം, നെഗറ്റീവ് വികാരങ്ങൾ, ജീവിത വഴിയിൽ ഉണ്ടാകുന്ന വിവിധ തടസ്സങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ഫലപ്രദമായ തന്ത്രങ്ങൾ അത്യാവശ്യമാണ്. പോസിറ്റീവ് വികാരങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തലച്ചോറിനെ സജീവമാക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടുന്നതും നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നതും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ ആഘാതം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ മിതമായ വിശ്രമവും ദൈനംദിന തിരക്കുകളിൽ വിട്ടുനിൽക്കുന്നതും മനസ്സിനും ബലമേകും. സ്വയം പരിചരണം, കൃതജ്ഞത. മാനസിക ആരോഗ്യം വളർത്താനുള്ള ശ്രമത്തിൽ സ്വയം പരിചരണം പരമപ്രധാനമാണ്. എക്സസൈസുകൾ ഏർപ്പെടുന്നതോ ഹോബികളിൽ ഏർപ്പെടുന്നതോ പോലെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മാനസിക അവസ്ഥയെ പിന്തുണയ്ക്കുന്നു. മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും പോഷകസമൃദ്ധമായ ഭക്ഷണക്രമം പാലിക്കുകയും ചെയ്യുന്നത് സ്വയം പരിചരണത്തിന്റെ മറ്റു പ്രധാന വശങ്ങളാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റിവിറ്റികളെ ബോധപൂർവം വിലമതിച്ചുകൊണ്ട് കൃതജ്ഞത പരിശീലിക്കുന്നത് നെഗറ്റിവിറ്റിയെ സ്വാധീനിക്കുന്നതിനെതിരായ ശക്തമായ ഒരു മറുമരുന്നായിരിക്കും. സന്തോഷം ഇല്ലാതാക്കുന്ന ചിന്തകളെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക, അതിരുകൾ നിശ്ചയിക്കുക. മാനസിക അനാരോഗ്യത്തിന്റെ സങ്കീർണതകളെ മറികടക്കാൻ പുറത്തുനിന്നുള്ള പിന്തുണ തേടേണ്ടത് പ്രധാനമാണ്. നിങ്ങൾക്ക് സ്വന്തമായി നേടാനാകാത്ത ശക്തിയും സ്ഥിരതയും നേടാൻ സുഹൃത്തുക്കളുടെയോ ബന്ധങ്ങളുടെയോ കുടുംബങ്ങളുടെയോ പ്രൊഫഷണലുകളുടെയോ സഹായം തേടാം. മാനസിക ആരോഗ്യത്തിന് ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നത് നിർണായകമാണ്. കാരണം ശക്തമായ ബന്ധങ്ങൾ നമ്മുടെ മാനസിക വൈകാരികവുമായ ക്ഷേമത്തിനെ സാരമായി ബാധിക്കും. ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നതിലൂടെയും വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുന്നതിലൂടെയും നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജവും സംരക്ഷിക്കുകയും സന്തുലിതവും സംതൃപ്തവുമായ ഒരു ജീവിതം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഹോബികൾ പിന്തുടരുക. ജോലിയുമായി ബന്ധമില്ലാത്ത സന്തോഷം നൽകുന്നതും വിശ്രമം നൽകുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മറ്റു വശങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാൻ നിങ്ങളെ അനുവദിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ ചിന്തിക്കാതെ വർത്തമാനകാലത്ത് പൂർണ്ണമായി മുഴുകുന്നതും മനസ്സമാധാന പരിശീലനങ്ങളിൽ പ്രധാനമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലെ സൗന്ദര്യത്തെയും പരിശ്രമത്തെയും കാണാനും വിലമതിക്കാനും പരിശീലിക്കുക. പ്രത്യേകിച്ച് ദുഷ്കരമായ സമയങ്ങളിൽ ദയയോടും അനുകമ്പയോടും കൂടെ സ്വയം പെരുമാറുന്നത് അടുത്ത സുഹൃത്തിനോട് നിങ്ങൾ ദയ കാണിക്കുന്നത് പോലെ പ്രധാനമാണ്. ഒരിക്കലും നിലയ്ക്കാത്ത യാത്ര. മാനസിക ആരോഗ്യത്തിലേക്കുള്ള യാത്ര ജീവിതാന്ത്യം വരെ നീളുന്ന ഒന്നാണ്. അത് സന്തുലിതാവസ്ഥ, സമാധാനം, ആത്മവിശ്വാസം എന്നിവ പ്രദാനം ചെയ്യുന്നു. മാനസികാരോഗ്യം നിലനിർത്താനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ഫലപ്രദമാണെന്ന് അറിയുന്നത് നിങ്ങളുടെ ക്ഷേമബോധം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സംതൃപ്തമായ ഒരു ജീവിതവും നൽകുന്നു. മാനസിക ആരോഗ്യ അവബോധ മാസം ആഘോഷിക്കുമ്പോൾ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള അർത്ഥവത്തായ നടപടികൾ സ്വീകരിക്കാനുള്ള അവസരം നമുക്ക് സ്വീകരിക്കാം. അതുവഴി നമ്മൾ ശക്തരും പിന്തുണ ഉള്ളവരും സന്തുലിതരുമായ വ്യക്തികളായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.